Good afternoon, Miss. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. ഇന്നലെ നമ്മൾ ഇവിടെ വരെ എടുത്തേ സ്പെസിഫിക് പ്രോബ്ലംസ് കംപ്ലീറ്റ് ആയില്ലല്ലോ. Polypharmacy. ഓക്കെ ഓക്കെ, ഞാൻ മ്യൂട്ട് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോ, ഞാൻ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ ക്ലാസ്. ഫസ്റ്റ് സ്പെസിഫിക് പ്രോബ്ലത്തിൽ ഫസ്റ്റ് പറഞ്ഞത് ഡ്യൂട്ടീസ് അണ്ടർടേക്കൺ ബൈ ദി ഓക്സിലറീസ് ആർ ഡൺ hurriedly in order to keep pace with consultation of doctors. This creates appropriate documentation. എന്താണ് നമ്മുടെ കൺസൾട്ടേഷൻ റൂമിൽ ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്ത് ഓക്സിലറി ആയിട്ട് നിൽക്കുന്ന സ്റ്റാഫ് ധൃതി പിടിക്കുക. നമുക്ക് ഇൻഫർമേഷൻ പറഞ്ഞിട്ട് വരുന്ന കാര്യത്തിലൊക്കെ ധൃതി പിടിക്കുക, നല്ല രീതിയിൽ പറയാണ്ട് അവർക്ക് അടുത്ത പേഷ്യന്റിനെ കേട്ടാണ്ട് അവരെന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇതിനായിട്ട് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഇറങ്ങുന്ന പേഷ്യന്റിനെ ധൃതി പിടിച്ച് ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ ഇത് പറ്റും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ, നമുക്ക് എന്ത് മരുന്നാണ് പ്രിസ്ക്രൈബ് ചെയ്തത്, നമുക്ക് എന്തെങ്കിലും ഫർദർ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് എഴുതി തന്നിട്ടുണ്ടോ, അതൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ അതൊരു പ്രോബ്ലമാണ്. അത് ഓക്സിലറി നേഴ്സിന്റെ ഹെൽപ്പിങ്ങിന് നിൽക്കുന്ന നേഴ്സിംഗ് അസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന നേഴ്സിന്റെ ഒരു പ്രോബ്ലം ആണ്. നെക്സ്റ്റ്, ഓക്സിലറി സ്റ്റാഫ് സംടൈംസ് മിസ്ബിഹേവ് വിത്ത് ദ പേഷ്യന്റ്. ഓക്സിലറി സ്റ്റാഫ് അതായത് ഈ അസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഡോക്ടർ അസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന സ്റ്റാഫ് എന്താണ് പേഷ്യന്റിനോട് മര്യാദയില്ലാതെ പെരുമാറുക, എന്തെങ്കിലും ചോദിക്കുമ്പോ പേഷ്യന്റ് ചോദിക്കുമ്പോ തട്ടിക്കേറാ, അവരോട് ദേഷ്യപ്പെടാ, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യത്തിൽ മിസ്ബിഹേവ് ചെയ്യുക. ഇൻ ആബ്സെൻസ് ഓഫ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം പേഷ്യന്റ് സ്റ്റാർട്ട് അക്യുമുലേറ്റിംഗ് ഈവൻ ബിഫോർ ഓഫീസ് ടൈം സ്റ്റാർട്ട്സ്, ക്രിയേറ്റിംഗ് എ ലോങ് ക്യൂ ഓഫ് പേഷ്യൻസ് ഈവൻ ബിഫോർ ദി അറൈവൽ ഓഫ് ഡോക്ടേഴ്സ്. എന്താണ് നല്ല രീതിയിലുള്ള ഒരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റം, നല്ല രീതിയിൽ അതായത് അവിടുത്തെ റെക്കോർഡിങ്സും അതൊക്കെ ചെയ്യുന്നത് പ്രോപ്പർ അല്ലെങ്കിൽ എന്തെങ്കിലും രാവിലെ മുതൽ ആ രജിസ്ട്രേഷൻ കൗണ്ടറിന്റെ അല്ലെങ്കിൽ റിസപ്ഷൻ കൗണ്ടറിന്റെ മുമ്പിൽ എന്ത് പറ്റും, ആളുകളുടെ പേഷ്യന്റിന്റെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടാവും. എങ്ങനെയാ ഡോക്ടർ കൺസൾട്ടേഷന് വരുന്നതിന് മുമ്പ് തന്നെ ഒരു നീണ്ട നിര പേഷ്യന്റിന്റെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന്. ഇന്റർപ്രിട്ടേഷൻ ഓഫ് കൺസൾട്ടിങ് ഓർ ഇൻവെസ്റ്റിഗേഷൻ. എന്താണ് ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്നതിനും എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ എന്തെങ്കിലും ഇതിന് തടസ്സങ്ങൾ വരിക. ഇപ്പൊ ഡോക്ടർ കൺസൾട്ട് ചെയ്യാൻ സാധിക്കുമ്പോ ഡോക്ടർ എണീച്ചു പോകെ അങ്ങനെ എന്തെങ്കിലും, അതല്ലെങ്കിൽ ലാബിൽ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുക. നമ്മുടെ ഇൻവെസ്റ്റിഗേഷന്റെ ടൈമിലും കൺസൾട്ടേഷൻ ടൈമിലും എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടാം പേഷ്യൻസിന്. ലാക്ക് ഓഫ് പ്രൈവസി, സ്വകാര്യത ഇല്ലാതിരിക്കും. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടർ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലത്തിരിക്കണം, എന്താണ് ഒരു പേഷ്യന്റ് വന്ന ഡോക്ടറോട്, ഇപ്പൊ ചില ക്ലിനിക്കുകളിലൊക്കെ അങ്ങനെ ഉണ്ട് അല്ലെ, ഡോക്ടർ ഒരു സൈഡിൽ ഒരു മൂലത്ത് ഡോക്ടർ ഇരുന്നിട്ട് പേഷ്യന്റ് അങ്ങോട്ട് ചെല്ലും, ബാക്കിയുള്ള പേഷ്യൻസ് ഒക്കെ എന്താണ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കും ചെറിയ കുഞ്ഞു ഈ ക്ലിനിക്കുകളിൽ. അപ്പൊ എന്താണ് ഡോക്ടർ പേഷ്യൻസിന് അവരെല്ലാ കാര്യങ്ങളും ഡോക്ടറോട് പറയാൻ പറ്റില്ല, അവർക്കൊരു ഒരു അങ്ങനെ ആളുകൾ ഇരിക്കുന്നോണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാകാറുണ്ട്. അങ്ങനെയൊന്നും ഇല്ലാതിരിക്കുക. വോയിസ് എല്ലാവർക്കും ബ്രേക്ക് ആവുന്നുണ്ടോ? മെസ്സേജ് അയച്ചേ, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ്, ഓക്കെ. നെക്സ്റ്റ്, ഇല്ലീഗൽ ഹാൻഡ് റൈറ്റിംഗ് ഓഫ് ദി ഡോക്ടേഴ്സ്. എന്താണ് ഡോക്ടർ ഹാൻഡ് റൈറ്റിംഗ് വ്യക്തമല്ലാതിരിക്കുക, അവ്യക്തമായിരിക്കുക, ക്ലിയർ അല്ലാതിരിക്കുക. ഡോക്ടർ വെറുതെ ഇങ്ങനെ വാരി എഴുതാം. ചില ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമുക്ക്
അത് വായിക്കാൻ തന്നെ പറ്റില്ല, അവർ അത്രയും ക്ലിയർ അല്ലാതെ എഴുതുന്നത്. നെക്സ്റ്റ് പോളിഫാർമസി. പോളിഫാർമസി എന്ന് പറഞ്ഞാല് ഒരു രോഗി ആളുടെ അസുഖത്തിന് വേണ്ടിയിട്ട് ഒന്നിലധികം മരുന്നുകള് ഒരേ സമയം ഉപയോഗിക്കുന്നത്. എന്താണ് അത് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ. ക്യൂസ് ആർ നോട്ട് പ്രോപ്പർലി മെയിൻറ്റൈൻഡ്. എന്താണ് നമ്മുടെ ഡോക്ടർ കൺസൾട്ടേഷൻ റൂമിന്റെ മുന്നിലായാലും OPD റിസപ്ഷന്റെ മുമ്പിലായാലും എന്താണ് പേഷ്യൻസ് ക്യൂ നിൽക്കുന്നത്, വരി നിൽക്കുന്നത് നല്ല രീതിയിൽ അല്ലാതിരിക്കുക. ഒന്നില്ലെങ്കിൽ ഒരാള് മറ്റേ ഓവർടേക്ക് ചെയ്ത് മുമ്പിൽ കയറി നിൽക്കുക, അങ്ങനെയൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ അല്ലാതിരിക്കുക. പോളിഫാർമസി എന്ന് പറഞ്ഞാല് ഒരു പേഷ്യന്റ് ആളുടെ അസുഖത്തിന് വേണ്ടി ഒന്നിലധികം മരുന്നുകൾ കഴിക്കുന്നത്. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കും ഒന്നിലധികം മരുന്നുകൾ ഒരു അസുഖത്തിന് വേണ്ടി. ഓക്കെ. നെക്സ്റ്റ്, പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻസ് ആർ നോട്ട് ഓൾവേസ് അവൈലബിൾ അറ്റ് ഫാർമസി. എന്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഫാർമസി പഠിച്ച് എന്താണ് ഒരു ഹോസ്പിറ്റലിലും അവിടുത്തെ ഡോക്ടേഴ്സ് കൺസേൺഡ് എല്ലാ ഡോക്ടേഴ്സ് എഴുതി തരുന്ന എല്ലാ മരുന്നുകളും ഉൾപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ മിക്ക ഒരു 90%, 95% ആ ഫാർമസിയിൽ നമുക്ക് മരുന്നുകൾ കിട്ടും. ഇവിടെ എന്താണ് പ്രോബ്ലം? ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്ന മരുന്നുകൾ ഒന്നും ഫാർമസിയിൽ കിട്ടാതിരിക്കുക. അതൊരു ഇഷ്യൂ ആണല്ലേ. നമ്മൾ എപ്പോഴും ഡോക്ടറെ കണ്ടിട്ട് മെഡിസിന് വേണ്ടി പുറത്ത് ഫാർമസികളിലൊക്കെ ഒരുപാട് നേരം അതിന് വേണ്ടിയിട്ട് പോകേണ്ടിയൊക്കെ വരും. അതൊന്നും ഇല്ലാതിരിക്കുക. യൂസ് ഓഫ് ട്രേഡ് നെയിം. 6th, illegible handwriting of the doctors. ഇല്ലെജിബിൾ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാല് ഡോക്ടർ ഹാൻഡ് റൈറ്റിംഗ് നീറ്റ് അല്ലാതിരിക്കുക, വ്യക്തമല്ലാതിരിക്കുക. ഡോക്ടർ നമുക്ക് കാണാറില്ല ചില ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്ന ഷീറ്റ് എന്ന് വെച്ചാൽ അവര് നല്ല വൃത്തിയല്ലാണ്ട് എഴുതും, നീറ്റ് അല്ലാതെ ആയിട്ട് എഴുതുക, അങ്ങനെ വലിച്ചു വാരി എഴുതൂല്ലേ അത്. Next, use of trade name of medicines by the doctors create confusion to patient. എന്താണ്? When different named medicines of same genera is applied to the patient. പേഷ്യന്റിന് എഴുതി കൊടുക്കുന്ന അസുഖത്തിന് എഴുതി കൊടുക്കുന്ന മെഡിസിൻസ് ട്രേഡ് നെയിം ഉപയോഗിച്ച് ഡോക്ടർ എഴുതി കൊടുക്കുക. ഇപ്പൊ നമുക്ക് പാരസെറ്റാമോളിന്റെ ട്രേഡ് നെയിമാണ് പെനഡോള് അല്ലെങ്കിൽ ഡൈമാഡോ എന്ന് പറയും, പാരസെറ്റാമോളിന്റെ ട്രേഡ് നെയിം. ഇപ്പൊ പാൻറ്റോപ്പണെങ്കിൽ പ്രോട്ടോണിക്സ് എന്ന് പറയും. അപ്പൊ ഈ പ്രോട്ടോണിക്സ് ഡൈമാഡോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവോ? നമ്മൊരു പേഷ്യന്റ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാവോ ഇത് ആ ഡോക്ടറിന്റെ മെഡിസിൻ ആണ് എഴുതി തന്നെന്ന്? മനസ്സിലാവില്ലല്ലോ. അതെന്താണ്? ആ രോഗിയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെയൊന്നും ഇല്ലാതിരിക്കുക. No clear advice about when, how long to take the medicines. എന്താണ്? ഫാർമസിയില് അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്യുന്ന നഴ്സുമാര് ഈ പേഷ്യന്റിനെ എന്ത് പറഞ്ഞു കൊടുക്കാതിരിക്കുക? മെഡിസിനെ എത്ര നാൾ ഉപയോഗിക്കണം, എപ്പോഴാണ് ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ക്ലിയർ ഐഡിയ, നല്ല വ്യക്തമായ ഒരു ഇത് പറഞ്ഞു കൊടുക്കാതിരിക്കുക. എന്താ നമുക്ക് ശരിക്കും ഫാർമസിന്നൊക്കെ മരുന്ന് മേടിക്കുമ്പോൾ എന്ത് പറയണം? ഇന്ന മെഡിസിൻ ഇതിന് വേണ്ടിയിട്ട് എഴുതിയേക്കണാണ്, ഇത് 2 നേരം കഴിക്കണം, രാവിലെയും വൈകിട്ടാണ് അങ്ങനെ പറഞ്ഞാൽ അവർക്ക് ശരിക്കും ക്ലിയർ ആക്കി തരും. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞേക്കണം? അങ്ങനെ ഒരു അഡ്വൈസ് പേഷ്യന്റിന് കൊടുക്കാതിരിക്കുക. സംടൈംസ് റോങ് മെഡിസിൻസ് ആർ ഗിവൺ ബൈ ദി ഫാർമസിസ്റ്റ്. എന്താണ്? ഫാർമസിയിൽ നിൽക്കുന്ന ഫാർമസിസ്റ്റ് മരുന്നുകൾ മാറ്റിക്കൊടുക്കുക. ഇൻസഫിഷ്യന്റ് ആൻഡ് അൺക്ലീനഡ് ടോയ്ലറ്റ്. എന്താണ്? ടോയ്ലറ്റ് ക്ലീൻ അല്ലാതെ നല്ല വൃത്തിയില്ലാത്തതും പിന്നെ ആവശ്യത്തിനും ഇല്ലാതിരിക്കുക. സ്പെസിഫിക് പ്രോബ്ലംസ് എന്താണ്? ആദ്യം ഓക്സിലറി സ്റ്റാഫ്, നമ്മുടെ ഡോക്ടർ അസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന സ്റ്റാഫ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഹറിയുടെ പെട്ടെന്ന് ആളുടെ ഡ്യൂട്ടീസ് വേഗം ചെയ്ത് തീർക്കാന്നുള്ള രീതിയിൽ പേഷ്യന്റിന് ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കാതിരിക്കുക. നെക്സ്റ്റ്, ഓക്സിലറി ഈ ഹെൽപ്പ് ചെയ്ത് നിൽക്കുന്ന അസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന സ്റ്റാഫ് പേഷ്യന്റിനോട് മിസ്ബിഹേവ് ചെയ്യുക, മര്യാദയില്ലാതെ മോശമായി പെരുമാറുക. ഇൻ ആബ്സെൻസ് ഓഫ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. എന്താണ്? നല്ല രീതിയിലുള്ള ഒരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റം അവിടെ നിലവിലില്ലെങ്കിൽ
എന്താണ് പേഷ്യൻസ് അവിടെ ഡോക്ടർ കൺസൾട്ടിംഗ് റൂമിന്റെ മുമ്പിലോ റിസപ്ഷന്റെ മുമ്പിൽ എന്ത് പറ്റും, കുമിഞ്ഞുകൂടാൻ സാധ്യതയുണ്ട്. ഡോക്ടർ ഹോസ്പിറ്റലിലേക്ക് വരുന്നതിന് OP ടൈമിന് മുമ്പ് തന്നെ റിസപ്ഷന്റെ മുമ്പിൽ പേഷ്യന്റിന്റെ നീണ്ട നിര തന്നെ ഉണ്ടാവും. ഇന്റർപ്രിട്ടേഷൻ ഓഫ് കൺസൾട്ടേഷൻ ഓർ ഇൻവെസ്റ്റിഗേഷൻ എന്താണ്, ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഫർദർ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ വല്ല ലാബിലോ സ്കാനിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിനൊക്കെ തടസ്സങ്ങൾ വരാം. ലാക്ക് ഓഫ് പ്രൈവസി, സ്വകാര്യത ഇല്ലാതാക്കി ഇപ്പൊ ഓപ്പൺ ആയിട്ടുള്ള ഒരു റൂമില് ഡോക്ടർ എടുത്ത് കൺസൾട്ട് ചെയ്യാൻ ചെന്നിരിക്കേണ്ടിയൊക്കെ വരിക, അങ്ങനെയൊന്നും ഇല്ലാതിരിക്കുക. പോളിഫാർമസി, പോളിഫാർമസി മീൻസ് ഒരു പേഷ്യന്റിന് ഒരു അസുഖത്തിന് വേണ്ടി ഒന്നിലധികം മരുന്നുകൾ കൊടുക്കുക, അങ്ങനെ ഇല്ലാതിരിക്കുക. ക്യൂസ് ആർ നോട്ട് പ്രോപ്പർലി മെയിൻറ്റൈൻഡ്, എന്താണ് ഫാർമസിയുടെ മുമ്പിലാവട്ടെ ഡോക്ടർ മുമ്പിൽ കൺസൾട്ടേഷൻ റൂമിന്റെ മുമ്പിലായിട്ട് വരുന്ന ക്യൂവുകള് നിരകള് നല്ല രീതിയിൽ അല്ലാതിരിക്കുക. പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻസ് ആർ നോട്ട് ഓൾവേസ് അവൈലബിൾ അറ്റ് ഫാർമസി, ഡോക്ടർ കൺസൾട്ട് ചെയ്തതിനു ശേഷം ആൾ എഴുതി തരുന്ന പ്രിസ്ക്രൈബ് ചെയ്തിരുന്ന മെഡിസിൻസ് ഫാർമസിയിൽ ഇല്ലാതിരിക്കുക. യൂസ് ഓഫ് ട്രേഡ് നെയിം, എന്താണ് ഡോക്ടർ മെഡിസിൻസിന്റെ ജനറൽ നെയിം ഉപയോഗിക്കേണ്ടതിന് പകരം എന്താണ് ട്രേഡ് നെയിംസ് എഴുതി കൊടുക്കുക. അതെന്ത് ചെയ്യും, നമ്മുടെ പേഷ്യന്റില് കൺഫ്യൂഷൻസ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. നോ ക്ലിയർ അഡ്വൈസ് അബൌട്ട് വെൻ ഹൗ ലോങ് ടു ടേക്ക് ദ മെഡിസിൻസ്, മെഡിസിൻസ് എത്ര നാൾ ഉപയോഗിക്കണം, എങ്ങനെ എപ്പോൾ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചൊരു ക്ലിയർ അഡ്വൈസ്, നല്ല ഉപദേശം കൊടുക്കാതിരിക്കുക. സംടൈംസ് റോങ് മെഡിസിൻസ് ആർ ഗിവൺ ബൈ ഫാർമസിസ്റ്റ് ചില സമയങ്ങളിൽ മെഡിസിൻസ് മാറ്റി കൊടുക്കുക. ഇൻസഫിഷ്യന്റ് ആൻഡ് അൺക്ലീൻഡ് ടോയ്ലറ്റ്, എന്താണ് ടോയ്ലറ്റ് നീറ്റ് അല്ലാത്ത വൃത്തിയില്ലാത്തതും ആവശ്യത്തിനുള്ള എണ്ണവും ഇല്ലാതിരിക്കുക. ക്ലിയർ ആയോ സ്പെസിഫിക് പ്രോബ്ലംസ് എന്താണെന്ന്? ഓക്കെ, നെക്സ്റ്റ് മെത്തേഡ്സ് ടു 11. നോ ക്ലിയർ അഡ്വൈസ് അബൌട്ട് വെൻ ഹൗ ലോങ് ടു ടേക്ക് ദ മെഡിസിൻസ്, എന്താണ് മെഡിസിൻസ് എത്ര നാൾ ഉപയോഗിക്കണം, എപ്പോഴൊക്കെ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ച് ഒരു അറിവ്, ഇൻഫർമേഷൻ ആ പേഷ്യന്റിന് ഫാർമസിന്നാവട്ടെ അസിസ്റ്റ് ചെയ്യുന്ന നേഴ്സ് ആവട്ടെ കൊടുക്കാതിരിക്കുക. അപ്പൊ പേഷ്യന്റിന് അറിയാൻ പറ്റുമോ ആ മരുന്ന് എപ്പോഴാണ് കഴിക്കേണ്ടത്, എത്ര നാൾ കഴിക്കണം. ചിലപ്പോ പനി എന്തെങ്കിലും അസുഖം ചിലപ്പോ ഒരാഴ്ച കഴിച്ചാൽ മതി, അത് കഴിയുമ്പോ ആ പേഷ്യന്റിന് ആ മരുന്ന് നിർത്താൻ പറ്റും. അങ്ങനെയുള്ള ക്ലിയർ അഡ്വൈസ് കൊടുക്കാതിരിക്കുക. പ്രോബ്ലംസ് ഉണ്ട് ഇപ്പൊ നമ്മ പറഞ്ഞത്, ഇതൊക്കെ പ്രോബ്ലംസ് അല്ലേ. നെക്സ്റ്റ് മെത്തേഡ്സ് ടു സോൾവ്, ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇത് സോൾവ് ചെയ്യാന്ന് മാറ്റാന്ന്, ഈ പ്രോബ്ലംസ് ജനറൽ പ്രോബ്ലംസും സ്പെസിഫിക് പ്രോബ്ലംസും നമുക്ക് എങ്ങനെയൊക്കെ മാറ്റാൻ പറ്റുമെന്ന്. അഡ്വക്കേറ്റ് ഡയറക്ഷണൽ സൈൻ, എന്താണ് ഓരോ ഏരിയയിൽക്കും ഏതിലെ പോണം എന്നതിനെ കുറിച്ചുള്ള ഡയറക്ഷണൽ ദിശ സൈൻ ബോർഡുകൾ ഉണ്ടായിരിക്കുക. ഇപ്പൊ പീഡിയാട്രിക് സെക്ഷനിലേക്ക് ലെഫ്റ്റ് പോണോ, സെക്കൻഡ് ഫ്ലോറിലാണോ അതിനെ കുറിച്ച്, അതല്ലെങ്കിൽ സ്കാനിങ് സെക്ഷനിലേക്ക് എങ്ങോട്ടാ പോകേണ്ടത് അതിനെ കുറിച്ചുള്ള, ഇപ്പൊ നമ്മൾ യാത്രകളൊക്കെ പോകുമ്പോൾ എല്ലായിടത്തും സ്ഥലങ്ങൾ എഴുതി ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിൽ ഇത്ര കിലോമീറ്റർ പോകണം എന്നൊക്കെ പറഞ്ഞ സൈൻ ബോർഡുകളൊക്കെ കണ്ടിട്ടില്ലേ. അതേപോലെ ഹോസ്പിറ്റലിലേക്കും ഓരോ സെക്ഷനിലേക്കും ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും സൈൻ ബോർഡുകൾ വെക്കുക, സൈന് ഡയറക്ഷണൽ സൈൻസ് വെക്കുക. നെക്സ്റ്റ് ക്വിക്ക് കമ്പ്യൂട്ടറൈസ്ഡ് രജിസ്ട്രേഷൻ ആൻഡ് ഇലക്ട്രോണിക് റെക്കോർഡ് കീപ്പിംഗ് ഫോർ ക്വിക്ക് റിട്രീവൽ, എന്താണ് രജിസ്ട്രേഷനും പിന്നെ നമ്മുടെ റെക്കോർഡ് പേഷ്യൻസിന്റെ റെക്കോർഡുകൾ സൂക്ഷിക്കാനും, നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു പേഷ്യന്റിന്റെ ഇൻഫർമേഷൻ പെട്ടെന്ന് എന്തെങ്കിലും തിരിച്ച് നമുക്ക് നോക്കേണ്ടതുണ്ടെങ്കിൽ അതിനൊക്കെ എന്ത് ചെയ്യാം, നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിരിക്കുക. അപ്പൊ എന്ത് പറ്റും, നമുക്ക് ഒരു രോഗിയുടെ ഫയൽ എടുക്കണം, ആൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഫയൽ എടുക്കണം. അപ്പൊ എന്ത് പറ്റും, ഈ കമ്പ്യൂട്ടറൈസ്ഡ് അല്ലെങ്കിൽ ഒരാള് പോയി റെക്കോർഡർ റൂമിൽ പോയി കണ്ടിട്ട് അവരുടെ ഫയൽ നമ്പർ നോക്കി കണ്ടിട്ട് സെർച്ച് ചെയ്ത് കുറച്ചു നേരം സെർച്ച് ചെയ്തിട്ട് വേണം എടുത്തുകൊണ്ട് വരാൻ. നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് ആണെങ്കിൽ എന്താ ചെയ്യാം, പെട്ടെന്ന് തന്നെ ആളുടെ നെയിമും ID നമ്പറും അടിച്ചു കൊടുത്തെങ്കിൽ അപ്പൊ തന്നെ ആളുടെ ഫുൾ ഇൻഫർമേഷൻ നമുക്ക് കാണാൻ പറ്റൂലേ. ഇത് പെട്ടെന്ന് നമുക്ക് ബാക്കിയുള്ള ആൾക്കാർക്ക് വെയിറ്റ് ചെയ്യുന്നതൊക്കെ കുറയ്ക്കാൻ സഹായിക്കൂലേ. അപ്പൊ അങ്ങനെയുള്ള
കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം കൊണ്ടുവരിക. മൾട്ടിപ്പിൾ ആൻഡ് മൾട്ടി പർപ്പസ് ഫീ കളക്ഷൻ സോൺ. എന്താണ്? ഓരോ സെക്ഷനില പൈസ, ഇപ്പൊ ലാബ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു സെക്ഷൻ, ഒരു കൗണ്ടർ, അതല്ല എക്സ്റേ എടുക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ഓരോന്നിനും തിരിച്ച്, ഇപ്പൊ കൺസൾട്ടേഷൻ ഫീ അടക്കാൻ ഒരു സെക്ഷൻ, അതല്ലെങ്കിൽ 2 or 3 എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഒരു മൾട്ടി പർപ്പസ് 2 കാര്യങ്ങൾ ഒരു സ്ഥലത്ത് ബില്ല് പേ ചെയ്യാനായിട്ട് അങ്ങനെയുള്ള ഫീ കളക്ഷൻ സോണുകൾ കൊണ്ടുവരാം. അപ്പൊ എന്ത് പറ്റും? തിരക്ക്, അവിടെ നമുക്ക് തിരക്ക്, പേഷ്യൻസ് ക്യൂ നിൽക്കുന്നത്, ഒരുപാട് നേരം ക്യൂ നിൽക്കുന്നത് തടയാൻ സഹായിക്കും. അഡ്വക്കേറ്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് ആസ് പെർ പേഷ്യന്റ് വോളിയംസ്. നമ്മൾ ജനറൽ പ്രോബ്ലത്തിൽ പറഞ്ഞു, പേഷ്യന്റിന്റെ നമ്പർ അനുസരിച്ച് ഡോക്ടേഴ്സിന്റെ എണ്ണം ഇല്ലാതിരിക്കുക. അപ്പൊ എന്ത് പറ്റും? പേഷ്യൻസിന് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടും ഒരുപാട് നേരം ക്യൂ നിൽക്കേണ്ടതായിട്ടും വരുന്നു. അപ്പൊ ഇതിന് പകരം എന്ത് വരിക? പേഷ്യന്റിന്റെ വോളിയത്തിനനുസരിച്ച് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കുക. ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം എന്താണ്? പേഷ്യന്റ് കൺസൾട്ടേഷൻ റൂമിന്റെ മുമ്പില് ടോക്കൺ, അല്ലെങ്കിൽ ഫാർമസിയുടെ മുമ്പില് ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം കൊണ്ടുവരാം. അപ്പൊ നമുക്കറിയാം, അപ്പൊ പേഷ്യന്റിന് അറിയാൻ പറ്റും ഇത്ര ടോക്കൺ നമ്പർ വരെയായി, ഇത്രാമത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കയറാം. അപ്പൊ അതും അവർക്ക് ഒരു ഐഡിയ കിട്ടാനായിട്ട് സഹായിക്കും. ഒരുപാട് നേരം ആ വെയിറ്റിംഗ് ഏരിയയിൽ കുറച്ചു നേരം അവർക്ക് ഡോക്ടർ കാണാൻ സമയം ഉണ്ടെങ്കിൽ അവർക്കൊന്ന് വല്ല ക്യാൻറ്റീനിൽ പോകാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ടോക്കൺ നമ്പർ സിസ്റ്റം, ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം സഹായിക്കുക. അങ്ങനെയുള്ള ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം കൊണ്ടുവരിക. മൾട്ടിപ്പിൾ ബ്ലഡ് കളക്ഷൻ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ് സ്റ്റാഫിംഗ് ദം ബേസ്ഡ് ഓൺ നീഡ്സ്. എന്താണ്? ബ്ലഡ് കളക്ഷന്, രക്തശേഖരണത്തിനായിട്ട് ഒന്നിലധികം മൾട്ടിപ്പിൾ ആണ്, ഒന്നിലധികം സോൺ ഉണ്ടായിരിക്കുക. ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ്. ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാല് നമ്മൾ അസുഖമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, ഇപ്പൊ സ്കാനിങ്, എക്സ്റേ, ECG, അങ്ങനെയുള്ള എല്ലാനും ഈ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസിലാണ് വരുന്നത്. അങ്ങനെയുള്ളത് ഉണ്ടായിരിക്കുക. സ്റ്റാഫിംഗ് ദം ബേസ്ഡ് ഓൺ നീഡ്സ്. എന്താണ്? നമ്മുടെ ആവശ്യമുള്ള സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ ഫാർമസിയിൽ 2 സ്റ്റാഫുകളും എന്ത് പറ്റും? മരുന്ന് എടുത്തു കൊടുക്കാൻ 2 പേരുള്ളെങ്കിൽ അവിടെ പേഷ്യൻസ് പക്ഷെ ഒരുപാടുണ്ട്. അപ്പൊ എന്ത് പറ്റും? പേഷ്യൻസ് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരില്ലേ? അതൊന്നും. അപ്പൊ അതല്ലെങ്കിൽ ലാബില് കുറച്ചു പേരോ 1 or 2 പേരുള്ളൂ, അങ്ങനെയൊക്കെ വരുമ്പോ ഒരുപാട് തിരക്കുകൾ ഉണ്ടാക്കും. അതില്ലാണ്ട് ആവശ്യത്തിനുള്ള സ്റ്റാഫുകൾ ഉണ്ടായിരിക്കുക. അഡ്വക്കേറ്റ് സീറ്റിംഗ് കപ്പാസിറ്റി, എന്റർടൈൻമെന്റ് വിത്ത് TV, മാഗസിൻ ഓർ ഹെൽത്ത് എഡ്യൂക്കേഷൻ മെഷേഴ്സ് ത്രൂ ലീഫ്ലെറ്റ്, പോസ്റ്റേഴ്സ്, മാഗസിൻസ്. എന്താണ്? ഈ OPD വരുന്ന പേഷ്യന്റിനുള്ള സീറ്റിംഗ് കപ്പാസിറ്റി, അവർക്ക് ഇരിക്കാൻ ആവശ്യമായ സീറ്റ് ഉണ്ടായിരിക്കുക. അവർക്ക് നേരം പോവാനായിട്ട്, ഒരുപാട് നേരം ഡോക്ടർ കാണാനായിട്ട് ഇരിക്കേണ്ടി വന്നാല് എന്റർടൈൻ ചെയ്യാനായിട്ട് TV, മാഗസീൻസ്, പിന്നെന്താണ്? ഹെൽത്ത് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട പോസ്റ്റേഴ്സ്, മാഗസീൻസ്, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരിക്കുക. സ്ക്രീനിങ് ഓഫ് OP ബൈ ജൂനിയർ ഡോക്ടേഴ്സ്. എന്താണ്? നമ്മുടെ സീനിയർ ഡോക്ടർ അല്ലാണ്ട് ജൂനിയർ ഡോക്ടേഴ്സും പേഷ്യന്റിനെ കൺസൾട്ട് ചെയ്യാനായിട്ട്, നോക്കാനായിട്ട് ഉണ്ടായിരിക്കും. അപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ ജൂനിയർ ഡോക്ടർ കണ്ടിട്ട് ആവശ്യമെങ്കിൽ മാത്രം എന്താണ് സീനിയർ ഡോക്ടർക്ക് റെഫർ ചെയ്തിട്ട് കണ്ടാൽ മതി. അപ്പൊ എന്തായിട്ടും ആളുകളുടെ എണ്ണം കുറയ്ക്കാനായിട്ട് സഹായിക്കില്ലേ? അവരൊരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. ഇപ്പൊ ചെറിയ പനിയോ എന്തെങ്കിലും അസുഖങ്ങളായിട്ട് വന്നിട്ട് നമുക്ക് എന്തായാലും ജൂനിയർ ഡോക്ടേഴ്സിന് കണ്ടാൽ പോരെ? സീനിയർ ഡോക്ടർ തന്നെ ഒരുപാട് നേരം കാത്തിരുന്ന് കാണേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് OPയില് ജൂനിയർ ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കുക. ക്യൂയിങ് തിയറി ഈസ് എ സയന്റിഫിക് മെത്തേഡ് ആൻഡ് മാത്തമാറ്റിക്കൽ വേ ഓഫ് സോൾവിംഗ് പ്രോബ്ലം ഓഫ് ഓവർ ക്രൗഡിംഗ്. എന്താണ് ക്യൂയിങ് തിയറി കൊണ്ടുവരാൻ? ക്യൂയിങ് തിയറി എന്ന് പറഞ്ഞാല് അതൊരു സയന്റിഫിക് മെത്തേഡ് ആണ്. നമ്മുടെ ക്യൂ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ, തിരക്കൊന്നുമില്ലാതെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ളതാണ് ക്യൂയിങ് തിയറി. ജസ്റ്റ് അത് മാത്രം പഠിച്ചാൽ മതി. Avoid queue jumping, the act of going ahead of other people, waiting in a line, something instead of waiting one's turn. എന്താണ് അവോയ്ഡ് ക്യൂ ജമ്പിങ്? ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? എന്താണ്? ഒരാള് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ജമ്പ് ചെയ്ത് അല്ലെങ്കിൽ നീങ്ങിങ്ങായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കയറി നിൽക്കുക. ഇപ്പൊ ആളുടെ ടേൺ ആയിട്ടുണ്ടാവില്ല, ആളെന്ത് ചെയ്യും?
മുമ്പിൽ കയറി മെഡിസിൻ വാങ്ങി ചീട്ടെടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെയൊന്നും ഇല്ലാതിരിക്കുക. മെയിൻറ്റെയിൻ പങ്ക്ച്വാലിറ്റി, കൃത്യനിഷ്ഠ പാലിക്കുക. അതെന്താണ്? എല്ലാവർക്കും ഇപ്പൊ ഹോസ്പിറ്റലില് റിസപ്ഷൻ മുതല് എൻഡില് ഫാർമസിയിൽ വരെയുള്ള ആളുകൾ എന്താണ് കറക്റ്റ് ടൈമില് വന്നു കഴിഞ്ഞാൽ എന്താ എല്ലായിടത്തും ടൈം മാനേജ് ചെയ്തങ്ങാണ്ട് എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എന്താണ് പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യുക. റിഡ്രസൽ ഓഫ് ഗ്രീവൻസസ് എന്ന് വെച്ചാൽ പരാതികൾ. ഇപ്പൊ പേഷ്യൻസിന് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക. പ്രോപ്പർ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം, നല്ല രീതിയിലുള്ള അപ്പോയിന്റ്മെന്റ് സിസ്റ്റം കൊണ്ടുവരിക. ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അഡ്വക്കേറ്റ് ഡയറക്ഷണൽ സൈൻ എന്ന് പറഞ്ഞാല് ഓരോ ഏരിയയിലേക്ക് പോകാനായിട്ടുള്ള സൈൻ ബോർഡുകൾ. ഇപ്പൊ യാത്രകളൊക്കെ പോകുമ്പോൾ നമ്മൾ കാണാറില്ലേ സൈൻ ബോർഡുകൾ? അതേപോലെ ഹോസ്പിറ്റലിൽ കയറി കഴിഞ്ഞാല് നമുക്ക് ആദ്യം കാണാൻ പറ്റും. കണ്ടിട്ടുണ്ടായി? ഇനി അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഹോസ്പിറ്റലിൽ പോകുമ്പോ നിങ്ങൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കുക. നമ്മൾ പഠിച്ചാൽ മാത്രം പോരല്ലോ. അപ്പൊ ഇന്ന പീഡിയാട്രിക് സെക്ഷൻ ഇന്ന സെക്കൻഡ് ഫ്ലോറിലാണോ, അതല്ലെങ്കിൽ നമുക്ക് കയറി കുറച്ച് കഴിയുമ്പോ കാണാൻ പറ്റൂല ആരോ മാർക്ക് ഇട്ടിട്ട് നമ്മുടെ സ്കാനിങ്ങിന് അല്ലെങ്കിൽ റേഡിയേഷൻ സെക്ഷനിലേക്ക് ഇന്നോട്ടാണ് പോകേണ്ടത്, അല്ലെങ്കിൽ എക്സ്റേക്ക് ലെഫ്റ്റ് പോകണമെന്നൊക്കെ ആരോ മാർക്കൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ റൂം നമ്പർ 100 മുതൽ 150 വരെ സെക്കൻഡ് ഫ്ലോറിൽ ഇന്ന സൈഡ് അങ്ങനെ ഇട്ട് വെച്ചിട്ടില്ലേ? അതാണ് അങ്ങനെയുള്ള ഡയറക്ഷൻ സയൻസ് ഉണ്ടായിരിക്കുക. ക്വിക്ക് കമ്പ്യൂട്ടറൈസ്ഡ് രജിസ്ട്രേഷൻ ആൻഡ് ഇലക്ട്രോണിക് റെക്കോർഡ് കീപ്പിംഗ് ഫോർ ക്വിക്ക് റിട്രീവൽ. എന്താണ്? കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ഉണ്ടായിരിക്കും. അപ്പൊ എന്താ രജിസ്റ്റർ ചെയ്യാനും റെക്കോർഡുകൾ സൂക്ഷിക്കാനും നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് റിട്രീവ് ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം പെട്ടെന്ന് എളുപ്പത്തിലാക്കാൻ സഹായിക്കും. മൾട്ടിപ്പിൾ ആൻഡ് മൾട്ടി പർപ്പസ് റിട്രീവൽ എന്ന് പറഞ്ഞാൽ തിരിച്ചെടുക്കുക. നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ഒരു പേഷ്യന്റിന് എന്തെങ്കിലും കാര്യത്തിന് അഡ്മിറ്റ് ആക്കി അയാൾക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്കാനിങ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുടെ ഇൻഫർമേഷൻ എടുക്കണമെങ്കിൽ നമുക്ക് വീണ്ടും അയാളുടെ ഡീറ്റെയിൽസ് കിട്ടണം, തിരിച്ചെടുക്കാം. മൾട്ടിപ്പിൾ ആൻഡ് മൾട്ടി പർപ്പസ് ഫീ കളക്ഷൻ. എന്താണ്? ഒന്നിലധികം അതല്ലെങ്കിൽ ഒന്നിലധികം ഫീ കളക്ഷൻ സോണുകൾ ഉണ്ടായിരിക്കുക. എന്തെങ്കിലും ഫീകൾ ഇപ്പൊ സ്കാനിങ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ലാബ് ടെസ്റ്റുകൾ ചെയ്യാനോ അങ്ങനെയുള്ളതിനൊക്കെ സെപ്പറേറ്റ് സോണുകളായിരിക്കുക, ഏരിയാസ് ഉണ്ടായിരിക്കുക. അഡ്വക്കേറ്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് ആസ് പെർ പേഷ്യന്റ് വോളിയം. പേഷ്യന്റിന്റെ എണ്ണത്തിനനുസരിച്ച് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കുക. ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഉണ്ടായിരിക്കുക. മൾട്ടിപ്പിൾ ബ്ലഡ് കളക്ഷൻ, രക്തശേഖരണത്തിനായി ഒന്നിലധികം സ്ഥലങ്ങള്. ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കുക. അതേപോലെ എന്താണ് ഓരോ ആശുപത്രിയിലെ പേഷ്യന്റിന്റെ നീഡ്സിനനുസരിച്ച് അവരുടെ എണ്ണത്തിനനുസരിച്ചുള്ള സ്റ്റാഫുകൾ ഓരോ ഏരിയയിലും ഉണ്ടായിരിക്കുക. അഡ്വക്കേറ്റ് സീറ്റിംഗ് കപ്പാസിറ്റി, എന്റർടൈൻമെന്റ് വിത്ത് TV, മാഗസീൻസ് ഓർ ഹെൽത്ത് എഡ്യൂക്കേഷൻ മെഷേഴ്സ് ത്രൂ ലീഫ്ലെറ്റ്, പോസ്റ്റേഴ്സ്, മാഗസീൻസ്. എന്താണ്? ഈ വെയിറ്റിംഗ് ഏരിയയില OPD വെയിറ്റിംഗ് ഏരിയ അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടേഴ്സിന്റെ വെയിറ്റിംഗ് ഏരിയയില് അവരുടെ സീറ്റ് അറേഞ്ച്മെന്റ്സ്, ആവശ്യത്തിനുള്ള സീറ്റ് ഉണ്ടായിരിക്കുക. പിന്നെ അവർക്ക് നേരം പോകുന്നതിനായിട്ട് TV, മാഗസീന്, അങ്ങനെയുള്ള ഹെൽത്ത് റിലേറ്റഡ് മാഗസീനും പോസ്റ്റേഴ്സും ഒക്കെ ഉണ്ടായിരിക്കുക. പിന്നെ എന്താണ്? ജൂനിയർ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ സാധിക്കുക. ക്യൂയിൻ തിയറി കൊണ്ടുവരിക. അപ്പൊ അതെന്ത് ചെയ്യും? ക്യൂകള് നല്ല രീതിയിൽ ഒരുപാട് തിരക്കില്ലാതെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ മുന്നിലേക്ക് ചാടാൻ അനുവദിക്കാതിരിക്കുക. നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് ക്യൂകൾ മെയിൻറ്റെയിൻ ചെയ്യുക. മെയിൻറ്റെയിൻ പങ്ക്ച്വാലിറ്റി, കൃത്യനിഷ്ഠ പാലിക്കുക. ഇപ്പൊ റിസപ്ഷനിലെ ആളുകൾ കറക്റ്റ് ടൈമിൽ വന്നാലാണ് നമുക്ക് ആ കറക്റ്റ് ടൈമില് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് പേഷ്യൻസിന് എന്തെടുക്കാം? ഫയൽ എടുക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ഡോക്ടർ കറക്റ്റ് ടൈമിൽ വന്നാലല്ലേ പേഷ്യൻസ് വന്നിരുന്നാലെങ്കിൽ മുഷിയേണ്ടി വരില്ല. അപ്പൊ ഡോക്ടർ കറക്റ്റ് ടൈമിൽ വരാം. ലാബിലാണെങ്കിലും സ്കാനിങ്ങിന്റെ സെക്ഷനിലാണെങ്കിലും എല്ലായിടത്തും ഉള്ള സ്റ്റാഫുകളും എല്ലാവരും പങ്ക്ച്വാലിറ്റി, കൃത്യനിഷ്ഠ ഉണ്ടായിരിക്കുക. റിഡ്രസൽ ഓഫ് ഗ്രീവ്നെസ് എന്ന് വെച്ചാല് പരാതികൾ. ഇപ്പൊ വരുന്ന പേഷ്യൻസിന് എന്തെങ്കിലും കാര്യത്തിൽ പരാതികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചു കൊടുക്കുക.
പ്രോപ്പർ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം, നല്ല രീതിയിലുള്ള അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഉണ്ടായിരിക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞില്ലേ, ജനറൽ പ്രോബ്ലത്തിൽ പറഞ്ഞിരുന്നു എന്താണ്, അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന പേഷ്യന്റിനേലും പേഷ്യന്റിന് അപ്പോയിന്റ്മെന്റ് എടുക്കാത്ത പേഷ്യന്റിനേലും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞില്ലേ. അങ്ങനെയുള്ളതൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിലുള്ള ഒരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ആയിരിക്കുക. ക്ലിയർ ആയോ ഇത്? നെക്സ്റ്റ് എടുക്കാലോ. നെക്സ്റ്റ് ടൈം തരാട്ടോ, 10 മിനിറ്റ് നോക്കാൻ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ. ക്ലിനിക്കൽ റെക്കോർഡ്സ് കെപ്റ്റ് ഇൻ എൻ OPD. എന്തൊക്കെ റെക്കോർഡ്സ് ആണ് OPD ഉണ്ടായിരിക്കുക? എന്തൊക്കെ റെക്കോർഡ്സ് ഉണ്ടാവും? ക്ലിനിക്കൽ റെക്കോർഡ്സ് ഉണ്ടാവും. OPD രജിസ്ട്രേഷൻ ഫോം ഉണ്ടാവും അല്ലെ. പുതിയ ആളുകൾ വരുമ്പോ എന്ത് ചെയ്യും, നമുക്ക് ഒരു ഫോം തരൂലേ, രജിസ്ട്രേഷൻ ഫോം. അതിൽ നമുക്ക് നമ്മുടെ പേര് എഴുതാനുണ്ടാവും, സ്ഥലം എഴുതാനുണ്ടാവും, ഏജ് ഉണ്ടാവും, സെക്സ് ഉണ്ടാവും, മെറിറ്റൽ സ്റ്റാറ്റസ് ഉണ്ടാവും, അഡ്രസ് എഴുതാനുണ്ടാവും, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു രജിസ്ട്രേഷൻ ഫോം ഉണ്ടാവും. അഡ്മിഷൻ ഫോം ഉണ്ടാക്കുക. വരുന്ന ഏതെങ്കിലും ഒരു പേഷ്യന്റിനെ അവിടെ അഡ്മിറ്റ് ആക്കിയിരുന്നെങ്കിൽ അവിടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കാട്ടും മുമ്പ് എന്ത് ചെയ്യും, അഡ്മിഷൻ ഫോം തരും. മെഡിക്കേഷൻ റെക്കോർഡ് എന്ന് വെച്ചാൽ ഒരു പേഷ്യന്റിന് എന്തൊക്കെ മെഡിസിൻസ് കൊടുത്തു എന്നതിൻ്റെ ഉള്ള റെക്കോർഡ്. ട്രീറ്റ്മെന്റ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യന്റിന് കൊടുത്തിരിക്കുന്ന എന്തൊക്കെ മെഡിസിൻസ് കൊടുത്ത്, എന്തൊക്കെ ട്രീറ്റ്മെന്റ് കൊടുത്ത്, എന്തൊക്കെ ടെസ്റ്റുകൾ നൽകി, എന്ത് അസുഖമായിട്ടാണ് അവർ അവിടെ വന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ക്ലിയർ ഇൻഫർമേഷൻ ട്രീറ്റ്മെന്റ് റെക്കോർഡിൽ ഉണ്ടാവും. നെക്സ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റെക്കോർഡ്. ഇൻവെസ്റ്റിഗേഷൻ റെക്കോർഡില് പേഷ്യന്റിന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തത്, എന്തൊക്കെ നമ്മുടെ BP അല്ലെങ്കിൽ നമ്മുടെ ഷുഗർ ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ യൂറിൻ ടെസ്റ്റ് ചെയ്യുക, സ്കാനിങ് ചെയ്യുക, അങ്ങനെ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട എല്ലാത്തിന്റെയും ഡീറ്റെയിൽസ് ആ റെക്കോർഡിൽ ഉണ്ടാവും. പിന്നെ കൺസെന്റ് ഫോം. കൺസെന്റ് ഫോം എന്ന് പറഞ്ഞാല് സമ്മതപത്രം. ഇപ്പൊ എന്തെങ്കിലും എന്താണ് ഓപ്പറേഷൻസോ സർജറിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും, ആ പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡറിനെ കൊണ്ട് എന്ത് ചെയ്യും, ഒരു സമ്മതപത്രം ഒപ്പിട്ട് വാങ്ങൂലേ, അങ്ങനെ ഒരു സമ്മതപത്രത്തിന്റെ ഒരു ഫോം അവിടെ ഉണ്ടാവും. എവറി ഹോസ്പിറ്റൽ മസ്റ്റ് മെയിൻറ്റെയിൻ ദ മെഡിക്കൽ റെക്കോർഡ്സ് relating to his or her indoor patients or a period of 3 years from the date of commencement of the treatment. എന്താണ്, എല്ലാ ഹോസ്പിറ്റലിലും എന്താണ്, അവിടെ ആ വരുന്ന പേഷ്യൻസിന്റെ, ആണായാലും ശരി പെണ്ണായാലും ശരി, അവരുടെ മെഡിക്കൽ റെക്കോർഡ്സ് സൂക്ഷിച്ചിട്ടുണ്ടാവും. ആ മെഡിക്കൽ റെക്കോർഡില് അവര് അഡ്മിഷൻ അല്ല, രജിസ്റ്റർ എന്നാണ് അവര് ഫയൽ ഓപ്പൺ ചെയ്തത് അന്ന് മുതൽ 3 വർഷത്തെ അവരുടെ ട്രീറ്റ്മെന്റിന്റെ എല്ലാ ഡീറ്റെയിൽസും ആ ഫയലിൽ ഉണ്ടാവും, മെഡിക്കൽ റെക്കോർഡിൽ ഉണ്ടായിരിക്കുന്നു. 3 വർഷം വരെയുള്ള എല്ലാ മെഡിക്കൽ റിപ്പോർട്ട്സും ആ മെഡിക്കൽ റെക്കോർഡിൽ ഉണ്ടായിരിക്കും. ക്ലിയർ ആയത്? നെക്സ്റ്റ് വൺ, ജോബ് ഡിസ്ക്രിപ്ഷൻ OPD അസിസ്റ്റന്റ്. OPD അസിസ്റ്റന്റിന്റെ ജോബ് എന്തൊക്കെ കാര്യങ്ങളാണ്, ജോലികളാണ് ജോബ് ഡിസ്ക്രിപ്ഷനിലെ ആളുകൾക്കുള്ളതെന്ന്. ക്ലിനിക്കൽ റെക്കോർഡ്സ് കെപ്റ്റ് ഇൻ എൻ OPD. OPDയിലെ എന്തൊക്കെ ക്ലിനിക്കൽ റെക്കോർഡ്സ് ആണെന്ന് ഉണ്ടാവുക? എന്തൊക്കെ ഉണ്ടാവും? ഒരു രജിസ്ട്രേഷൻ ഫോം ഇടാം. നമ്മ ഒന്ന് ആലോചിച്ചൊക്കെ, നമ്മൾ ആദ്യമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ ഫോം അതിലെ ഫില്ല് ചെയ്ത് തരാനായിട്ട് അതില് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ രജിസ്ട്രേഷൻ ഫോം ഉണ്ടാവും. ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കണമെങ്കിൽ അവർക്ക് അഡ്മിഷൻ ഫോം കൊടുക്കും ഇല്ലേ, ആ അഡ്മിഷൻ ഫോം ഉണ്ടാവും. മെഡിക്കേഷൻ റെക്കോർഡ്, അതായത് നമുക്ക് തന്ന എന്തൊക്കെ മെഡിസിൻസ് തന്നിട്ടുണ്ട് എന്നതിനെ കുറിച്ചുള്ള ഒരു മെഡിക്കേഷൻ റെക്കോർഡ് ഉണ്ടാവും. ട്രീറ്റ്മെന്റ്, നമുക്ക് ഇതുവരെ എന്തൊക്കെ ചികിത്സകൾ അവർ നടത്തിയിട്ടുണ്ട്, എന്തൊക്കെ മെഡിസിൻസ് നമ്മുടെ അസുഖം, നമ്മുടെ ഡിസീസ് മാറ്റാനായിട്ട് എന്തൊക്കെ മെഡിസിൻസ് നമുക്ക് തന്നിട്ടുണ്ട് എന്നതിനെ കുറിച്ചുള്ള ഒരു ട്രീറ്റ്മെന്റ് റെക്കോർഡ്, എന്തൊക്കെ ചികിത്സകൾ നമുക്ക് അവിടെ നിന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് ലഭിച്ചു എന്നതിന്റെ ഒരു റെക്കോർഡ്. ഇൻവെസ്റ്റിഗേഷൻ റെക്കോർഡ് എന്ന് വെച്ചാൽ നമ്മ അവിടെ ചെന്നിട്ട് ആ പേഷ്യന്റിന് എന്തൊക്കെ കാര്യങ്ങളാണ് അവന്റെ ചെക്ക് ചെയ്ത്, ഇപ്പൊ BPയോ ബ്ലഡോ അല്ലെങ്കിൽ യൂറിനോ അല്ലെങ്കിൽ സ്കാനിങ്, നമ്മൾ പറഞ്ഞില്ലേ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ആരോഗ്യക്ക് ചെയ്ത എല്ലാ കാര്യങ്ങളും ആ ഇൻവെസ്റ്റിഗേഷൻ റെക്കോർഡില്
നോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കൺസെന്റ് ഫോം എന്ന് പറഞ്ഞാല് ഒരു പേഷ്യന്റ് അവിടെ ഒരു ഫയൽ ഓപ്പൺ ചെയ്തത് മുതൽ 3 വർഷത്തെ എല്ലാ മെഡിക്കൽ റെക്കോർഡ്സും, എല്ലാ അസുഖവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ അസുഖങ്ങളുണ്ട് ആരോഗ്യക്ക്, അതിന് എന്തൊക്കെ ചികിത്സകൾ കൊടുത്തിട്ടുണ്ട്, അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും ആ മെഡിക്കൽ റെക്കോർഡിൽ എഴുതിയിട്ടുണ്ടാവും. ഇതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ജോബ് ഡിസ്ക്രിപ്ഷൻ OPD അസിസ്റ്റന്റിന്റെ എന്തൊക്കെയാണ് ജോലികളെന്ന്, ജോബ് ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെയാണെന്ന്. അറേഞ്ച്മെന്റ്സ് ഓഫ് നെസസറി ഇൻസ്ട്രുമെന്റ് ഫോർ OPD-യിലെ ഇൻസ്ട്രുമെന്റുകൾ അറേഞ്ച് ചെയ്യുക. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞില്ലേ OPD-യിൽ എന്തൊക്കെയാണ് ഇൻസ്ട്രുമെന്റ് ഉണ്ട്, എക്യുപ്മെന്റ്സ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ OPD-യിൽ നമ്മൾ ചെല്ലുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്? OPD-യിൽ ചെല്ലുമ്പോ എന്തൊക്കെ കാര്യങ്ങള്? BP നോക്കാൻ മെഷീൻ ഉണ്ടോ അല്ലെ, വെയിറ്റ് നോക്കാനുണ്ടാവും. പിന്നെ എന്തുണ്ടാവും? നെബുലൈസ് OPD ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ എന്തുണ്ടാവും? ആൾക്ക് നെബുലൈസ് ചെയ്യണമെങ്കിൽ നെബുലൈസർ ഉണ്ടാവും ഇല്ലേ, പൾസ് ഓക്സിമീറ്റർ ഉണ്ടാവും പൾസുകൾ ചെക്ക് ചെയ്യാനായിട്ട്. അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഈ OPD-യിൽ അറേഞ്ച് ചെയ്യുക. അത് ആരുടെ ഡ്യൂട്ടിയാണ്? ഈ OPD അസിസ്റ്റന്റിന്റെ. പിന്നെ ഡയറക്റ്റിംഗ് പേഷ്യന്റ് ഫ്രം വൺ പ്ലേസ് ടു അതർ പ്ലേസ് ഇൻസൈഡ് ദി ഹോസ്പിറ്റലിലെ ഒരു ഭാഗത്ത് നിന്ന്, ഒരു സെക്ഷനിൽ നിന്ന് വേറെ എന്തെങ്കിലും സെക്ഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിനുള്ള വഴി പറഞ്ഞു കൊടുക്കുക. എങ്ങോട്ടാണ്, ഏത് ദിശയിലേക്കാണ് പോകേണ്ടത് എന്നുള്ള. ഇപ്പൊ ഡോക്ടറെ കണ്ടതിന് ശേഷം ഡോക്ടർ എന്ത് ചെയ്ത് ഒരു ബ്ലഡ് ടെസ്റ്റ് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ പേഷ്യന്റിന് പറഞ്ഞു കൊടുക്കുക ഇന്ന സ്ഥലത്താണ് ലാബ് ഉള്ളത്, അങ്ങോട്ട് ഇപ്പൊ 2nd ഫ്ലോറിൽ കയറി ചെന്നുങ്ങാട്ട് അവിടുന്ന് ലെഫ്റ്റ് പോയാൽ മതി, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കൂലേ. അതാണ് ഡയറക്റ്റിംഗ് പേഷ്യൻസ് ഫ്രം വൺ പ്ലേസ് ടു അതർ പ്ലേസ്. നെക്സ്റ്റ് ട്രാൻസ്ലേറ്റിംഗ് ഇൻ കേസ് ഓഫ് റിക്വയർമെന്റ്, ആവശ്യമെങ്കിൽ മാത്രം ട്രാൻസ്ലേറ്റ് തർജ്ജമ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ എന്താണ് നമ്മുടെ നാട്ടില് മിക്ക വലിയ ഹോസ്പിറ്റലുകളിൽ എന്താണ് ഫോറിനേഴ്സ് വരുന്നുണ്ട് ട്രീറ്റ്മെന്റിനായിട്ട്. അപ്പൊ അവർക്ക് എന്താണ് ഒരു ട്രാൻസ്ലേഷൻ ആവശ്യമാണ് ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾക്ക്. അപ്പൊ അത് വേണമെങ്കിൽ അവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക. അറേഞ്ച്മെന്റ്സ് ഓഫ് നെസസറി ഇൻസ്ട്രുമെന്റ് ഫോർ OPD-യിലെ ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് കഴിഞ്ഞ ദിവസം പഠിച്ചില്ലേ? OPD-യിലെ ഇൻസ്ട്രുമെന്റ്സും എക്യുപ്മെന്റ്സ് ഒക്കെ മറന്നുപോയത് ഇൻസ്ട്രുമെന്റ്സ് തെറാപ്യൂട്ടിക്സ്. അപ്പൊ IV സെറ്റ്, ഇൻസ്ട്രുമെന്റ് ട്രോളി, പിന്നെന്താണ് നെബുലൈസർ, പൾസ് ഓക്സിമീറ്റർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ OPD-യിൽ സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കുന്നത് ആരാണ്? ഈ OPD-യിലെ അസിസ്റ്റന്റ് ആണ്. ക്ലിയർ ആയത്? നെക്സ്റ്റ് പാസിംഗ് കേസ് ഷീറ്റ് ടു അതർ ഡിപ്പാർട്ട്മെന്റ്. എന്താണ്? ഇപ്പൊ ഒരു ഡോക്ടറെ കണ്ട്, ഫിസിഷ്യനെ കണ്ടു കഴിഞ്ഞപ്പോ ആള് പറയണേ വേറെ ന്യൂറോനെ ഓർത്തോനെ കാണണം, അങ്ങനെ വേറെ ഏതെങ്കിലും ഡോക്ടർക്ക് റെഫർ ചെയ്യണം. അപ്പൊ ഈ പേഷ്യന്റിന്റെ റെക്കോർഡ്സ് മറ്റേ റെഫർ ചെയ്ത ഡോക്ടറിന് എത്തിക്കണ്ടേ ഫയല്? അപ്പൊ അതും ഈ OPD അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടിയാണ്. എക്സ്പ്ലെയിനിങ് ബേസിക് ഡീറ്റെയിൽസ് ടു ദി പേഷ്യന്റ്, പേഷ്യന്റിന് ബേസിക് ഡീറ്റെയിൽസ് എന്തിനെ കുറിച്ചുള്ള, മെഡിസിൻസിനെ കുറിച്ച്, ട്രീറ്റ്മെന്റിനെ കുറിച്ച്. എന്താണ് ഒരു മെഡിസിൻ ആരോഗ്യക്ക് എഴുതി കൊടുത്ത മെഡിസിൻ എപ്പോഴാണ് കഴിക്കേണ്ടത്, എത്ര നേരം കഴിക്കണം, എന്തിനാണ് എഴുതി കൊടുക്കുക, അങ്ങനെയുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ള ബേസിക് ഇൻഫോർമേഷൻ ഐഡിയ കൊടുക്കുക. അസിസ്റ്റ് ഓപ്പൺ ന്യൂ മെഡിക്കൽ റെക്കോർഡ്. എന്താണ്? ഏതെങ്കിലും പേഷ്യന്റിന്റെ പുതിയ റെക്കോർഡ് ഓപ്പൺ ചെയ്യണമെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. എൻഷുർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. എന്താണ്? കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്തുക, പൂർണ്ണ തൃപ്തി ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് പറയാലോ? എന്താണ് ആരൊന്നും പറയാത്ത? ക്ലിയർ ആയില്ലേ? Assist to open new medical record.
അറേഞ്ച്മെന്റ് ഓഫ് നെസസറി ഇൻസ്ട്രുമെന്റ് ഫോർ OPD. OPD-യിലെ ഇൻസ്ട്രുമെന്റ്സ് ഇപ്പൊ OPD-യില് പെട്ടെന്ന് എന്തൊക്കെ ആവശ്യങ്ങൾ വരാം, ഇപ്പൊ നെബുലൈസ് ചെയ്യാൻ, പൾസ് നോക്കാൻ, BP നോക്കാൻ, അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ് അറേഞ്ച് ചെയ്താൽ ഇതാണ് OPD-യിലെ അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടീസ് ആണ് നമ്മൾ പറയണത്. അപ്പൊ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ വരുന്ന പേഷ്യൻസിന് ഡയറക്റ്റ് ഇൻഫർമേഷൻ കൊടുക്കുക. എന്തിനുള്ള ഇൻഫർമേഷൻ ആണ്? ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക്. ഇപ്പൊ ഒരു പേഷ്യന്റിന് ഷുഗർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനോ യൂറിൻ ടെസ്റ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ എന്തെടുക്കുക, അവർക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള കറക്റ്റ് ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കുക. ട്രാൻസ്ലേറ്റിംഗ് ഇൻ കേസ് ഓഫ് റിക്വയർമെന്റ്. എന്താണ് എന്തെങ്കിലും കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ്, ഇപ്പൊ ഫോറിനേഴ്സിനൊക്കെ അവരുടെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് അല്ലെങ്കിൽ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ഒരു ട്രാൻസ്ലേഷൻ ആവശ്യമാണ് അല്ലെ, നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക. എന്താണ് ഒരു പേഷ്യന്റിന്റെ ഒരു പേഷ്യന്റിന് വേറൊരു ഡോക്ടർക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. ഫിസിഷ്യനെ കണ്ടപ്പോൾ ആളെന്താ ഒരു ഓർത്തോഡോക്ടർക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫിസിഷ്യന്റെ അവിടെ നിന്ന് ഓർത്തോഡോക്ടർക്ക് ഫയല് കൊണ്ടു കൊടുക്കുക. എക്സ്പ്ലെയിനിങ്, ഇപ്പൊ വരുന്ന പേഷ്യന്റിന് മെഡിസിൻസിനെ കുറിച്ചിട്ടായാലും അവരുടെ ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ടായാലും പിന്നെ അവരെന്തെങ്കിലും കുറച്ചു നേരം കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റീസൺ എന്താണെന്നുള്ളതും പറഞ്ഞു കൊടുക്കുക. എന്താണ് പിന്നെ പുതിയ ഒരു പേഷ്യന്റ് വരെ അതല്ലെങ്കിൽ ഉള്ള പേഷ്യന്റ് വേറെ എന്തെങ്കിലും മെഡിക്കൽ റെക്കോർഡ് ഓപ്പൺ ചെയ്യണമെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. എൻഷുർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. എന്താണ് ഇതിലൊക്കെ കൂടി കസ്റ്റമറുടെ പൂർണ്ണ തൃപ്തിയാണ് ചെയ്തു കൊടുക്കേണ്ടത് അല്ലെ, നല്ല പൂർണ്ണ തൃപ്തി ഉണ്ടാക്കി സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കാം കസ്റ്റമർക്ക് എല്ലാ കാര്യത്തിലും. ഇപ്പൊ ട്രീറ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞു കൊടുക്കണതായാലും അവർക്ക് മെഡിസിൻസിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കണതായാലും എന്തിലായാലും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുക. നെക്സ്റ്റ് ഗസ്റ്റ് റിലേഷൻ ഓഫീസർ. ഗസ്റ്റ് റിലേഷൻ ഓഫീസർ ആരാണെന്ന്? A guest relation officer, also known as a guest relation coordinator or guest relation specialist. Now, guest relation officer നെ പറയുന്ന മറ്റു പേരുകളാണ് ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ ഓർ ഗസ്റ്റ് റിലേഷൻ specialist. Is a customer service centered employee who essentially greets. എന്താണ് ഈ ഗസ്റ്റ് റിലേഷൻ ഓഫീസർ കസ്റ്റമർ സർവീസ് സെന്റേർഡ് ആയിരിക്കും. കസ്റ്റമറിനെ പൂർണ്ണ തൃപ്തി ആയിരിക്കും, അവരുടെ പൂർണ്ണ തൃപ്തി ഉണ്ടാക്കാനായിരിക്കും അവരുടെ ജോലി ഡ്യൂട്ടീസ്. അവരെന്തായിരിക്കും കസ്റ്റമറുടെ സർവീസിനെ മാത്രം സെന്റർ ചെയ്തിട്ടായിരിക്കും അവരുടെ ജോലി. ഇപ്പൊ നമ്മൾ പറയില്ലേ സ്കൂളിൽ ഇപ്പൊ എന്താണ് പണ്ട് ടീച്ചർ സെന്റേർഡ് ആയിരുന്നു, ടീച്ചർ ലെക്ചറിങ് ത്രൂ, അതായത് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുക. ഇപ്പൊ എന്താണ് സ്കൂളിലെ സിസ്റ്റം സ്റ്റുഡൻസ് സെന്റേർഡ് ആണ്, ചൈൽഡ് സെന്റേർഡ് അപ്രോച്ച് ആണ്. ഇപ്പൊ എന്താണ് കുട്ടികൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുക, അവരെ കളികളിലൂടെ അല്ലെങ്കിൽ അവരെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തൊക്കെ പഠിപ്പിക്കുക. ഇവിടെ എന്താണ് ഇവിടെ വരുമ്പോ ഹോസ്പിറ്റലിലെ ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്താണ് കസ്റ്റമർ സർവീസ് ആണ്, കസ്റ്റമറുടെ സർവീസ് ആണ് അവര് കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുക. അതിന്റെ ഈ കസ്റ്റമർ ഗസ്റ്റ് റിലേഷൻ ഓഫീസറുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ക്ലിയർ ആയത് ഗസ്റ്റ് റിലേഷൻ ഓഫീസർ ആരാണെന്ന്? ഇവരെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ഗസ്റ്റ് റിലേഷൻ റെപ്രസെന്റേറ്റീവ്സ് ആർ അവൈലബിൾ ടു അസിസ്റ്റ് patient and families by answering questions, explaining hospital policies, customer services, and helping to resolve issue related to hospital service. Guest relation representative എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? പേഷ്യന്റിന്റെ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ കൂടെ വരുന്ന ഫാമിലിയുടെ അസിസ്റ്റ് ആയിട്ട് നിൽക്കണം. എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് ചെയ്ത് അവർക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യനിങ് എന്തെങ്കിലും നമ്മുടെ ഹോസ്പിറ്റലിനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനോ ട്രീറ്റ്മെന്റുകളെ കുറിച്ച് അല്ലെങ്കിൽ ഏതൊക്കെ ഡോക്ടേഴ്സ് ഉണ്ടോ അവിടുത്തെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവില്ലേ പുതുതായിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് വരുമ്പോ അതിനെ കുറിച്ചിട്ടുള്ള മറുപടി കൊടുക്കുക. ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പോളിസീസ് ഉണ്ടെങ്കിൽ അത് വിശദീകരിക്കുക. പിന്നെ കസ്റ്റമർ സർവീസ് അവരുടെ ഇത് കൊടുക്കുക. പിന്നെ ഹോസ്പിറ്റൽ സർവീസുമായി ബന്ധപ്പെട്ട് ഈ കസ്റ്റമർ എന്ന് പറയുന്ന ആരായിരിക്കും? നമ്മുടെ പേഷ്യന്റ് ആയിരിക്കും അല്ലെ. അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കുക. നെക്സ്റ്റ് അറ്റൻഡ് ടു എൻക്വയറീസ് റിക്വസ്റ്റഡ് ബൈ ദ ഗസ്റ്റ് റിഗാർഡിംഗ് ഫെസിലിറ്റീസ് പ്രൊവൈഡഡ് ആൻഡ് എവറിത്തിങ് എൽസ്. എന്താണ് അറ്റൻഡ് ടു
inquiries requested by the guest regarding facilities provided and everything else. എന്താണ് ഈ വരുന്ന പേഷ്യൻസിന് നമ്മുടെ കസ്റ്റമേഴ്സ് ഓർ ഫോറിൻ പേഷ്യൻസ്, കസ്റ്റമർ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ കസ്റ്റമർ ആരാണ്? പേഷ്യന്റ് ആണ്. അപ്പൊ പേഷ്യന്റിന് അല്ലെങ്കിൽ ഫോറിൻ പേഷ്യന്റിന് ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എല്ലാ സൗകര്യങ്ങളും ഫെസിലിറ്റീസും ഹോസ്പിറ്റലിലുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പറഞ്ഞു കൊടുക്കുക. Check if adequate welcome facilities are available for everyone whose arrival is on the list. ലിസ്റ്റിലുള്ള പേഷ്യൻസിന്റെ കസ്റ്റമറുടെ എണ്ണത്തിനനുസരിച്ച് വെൽക്കം ഫെസിലിറ്റീസ് ഉണ്ടോന്ന്, സീറ്റിംഗ് അറേഞ്ച്മെന്റ് അങ്ങനെ എന്തെങ്കിലും വെൽക്കം ഫെസിലിറ്റീസ് ഉണ്ടോന്ന് ഇവര് ഉറപ്പ് വരുത്തണം. നെക്സ്റ്റ്, അറ്റൻഡ് ടു VIPs വിത്ത് മോർ അറ്റൻഷൻ. ഇപ്പൊ ഏതെങ്കിലും VIPs, ഇപ്പൊ മന്ത്രിയോ മിനിസ്റ്റേഴ്സോ ആരെങ്കിലും ആവട്ടെ, VIPs ഏതെങ്കിലും VIPs ആ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് വേണ്ടി വരികയാണെങ്കിൽ അവർക്ക് മോർ അറ്റൻഷൻ കൊടുക്കുക. Check if adequate welcome facilities are available for everyone whose arrival is on the list. ഈ ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്ന ലിസ്റ്റിലുള്ള എല്ലാവർക്കും വേണ്ട വെൽക്കം ഫെസിലിറ്റീസ്, അതായത് ഡോക്ടേഴ്സിന്റെ എണ്ണം അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക ഈ ഗസ്റ്റ് റിലേഷൻ ഓഫീസർ. ഇപ്പൊ നമ്മുടെ വീട്ടില് ഒരു വിരുന്നേര് വരെയാണ് അല്ലെ, അവർക്ക് വേണ്ട വെൽക്കം ഫെസിലിറ്റീസ് എന്തൊക്കെയായിരിക്കും? കസേരകൾ വേണം, ഫുഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫുഡ് വേണം. അതേപോലെ അപ്പൊ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് ഇപ്പൊ വീട്ടിലാവുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ചെയർ, ഭക്ഷണം അങ്ങനെയുള്ളത്. അപ്പൊ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട അവിടുത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. മെയിൻറ്റെയിൻ എ പൊളൈറ്റ് ആൻഡ് ഹംബിൾ പേഴ്സണാലിറ്റി വൈൽ അറ്റൻഡിങ് ടു ദ ഗസ്റ്റ്. എന്താണ്? ഗസ്റ്റിനോട് നല്ല മര്യാദയോടുകൂടി, നല്ല ഗുഡ് പേഴ്സണാലിറ്റി, നല്ല പെരുമാറ്റത്തോടു കൂടി പെരുമാറുക. Provide a detailed description of all the information that can be potentially asked for along with the document needed. എന്താണ്? ചില ഹോസ്പിറ്റലുകളിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവരെന്താണ്, ഇപ്പൊ അവൾക്ക് നമുക്ക് ഒരുപാട് ദൂരെയാണ്, നമ്മളുടെ വീടിന്റെ അവിടെ ഒരുപാട് ദൂരെയുള്ള ഓരോ ഹോസ്പിറ്റലിലാണ് നമ്മ പോയത്. അപ്പൊ എന്ത് ചെയ്യും? നമ്മ തിരിച്ചു പോരാൻ നേരത്ത് നമുക്ക് എന്തെങ്കിലും സ്കാനിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റുകളോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മ എന്തോ ചോദിക്കും, അതിന്റെ റിപ്പോർട്ടുകൾ തരാൻ പറയും. എന്താണ്? വീണ്ടും നമുക്ക് പോവാൻ പറ്റാതെ നമുക്ക് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോവാലോ, അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അതൊക്കെ കൊടുക്കുക, പ്രൊവൈഡ് ചെയ്യാം. എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഈ പേഷ്യൻസ് ചോദിച്ചിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് അനുവദിച്ചു കൊടുക്കുക. Take care of each and everything the guest might need and for to avoid a last minute rush. എന്താണ്? ഈ വന്നിരിക്കുന്ന പേഷ്യൻസിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഈ ഗസ്റ്റ് റിലേഷൻ ഓഫീസർ ചെയ്തു കൊടുക്കുക. എന്താണ്? അവരെ ഹോസ്പിറ്റലിലെ കൺസൾട്ടിംഗ് റൂമിലേക്ക് കൊണ്ടുപോവുക, അവർക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടെങ്കിൽ ആ റൂമിലേക്ക് കൊണ്ടുപോവുക, അവർക്ക് വേണ്ട മെഡിസിൻസ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിനുള്ള ഇൻഫർമേഷൻ കൊടുക്കുക. പിന്നെ കൂടാതെ ലാസ്റ്റ് മിനിറ്റില് എന്തെങ്കിലും തിരക്ക് റഷ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെങ്കിൽ അതും അവോയ്ഡ് ചെയ്ത് കൊടുക്കുക. ചെക്ക് ദ amenities for their quality and proper provision to leave no ground for complaints. എന്താണ്? ഈ പേഷ്യന്റ് അവരെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മൊമെന്റിൽ താഴെ ചെന്നങ്ങാട്ട് കംപ്ലൈന്റ് പറയാൻ ഇടവരാതിരിക്കുക. അപ്പൊ എന്താണ്? നല്ല ഈ പേഷ്യന്റിനോട് നല്ല നീറ്റായി സോഫ്റ്റ് ആയിട്ട് നമ്മൾ പെരുമാറുക, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. Ensure maintenance of proper information in the database. ഡാറ്റാബേസില് പ്രോപ്പർ ഇൻഫർമേഷൻ, ഡാറ്റാബേസിൽ നമ്മൾ എന്തായിരിക്കും ഡീറ്റെയിൽ ഈ പേഷ്യന്റിന്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ സൂക്ഷിക്കൂലേ, സ്റ്റോർ ചെയ്യില്ലേ? അപ്പൊ അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പ്രോപ്പർ ആയിരിക്കുക, ശരിയായ ഇൻഫർമേഷൻസ് നമ്മൾ കീപ്പ് ചെയ്യുക. വർക്ക് ഇൻ ക്ലോസ് കോണ്ടാക്ട് വിത്ത് ദ മാനേജർ ആൻഡ് ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ഹിം whenever needed. എന്താണ്? അവിടുത്തെ മാനേജറുമായിട്ട് ഒരു ഗുഡ് റിലേഷൻഷിപ്പ് ഉണ്ടാകുക. എന്തെങ്കിലും കാര്യം ആവശ്യമുണ്ടെങ്കിൽ ഇവർക്ക് ഈ വരുന്ന പേഷ്യൻസിനോ അല്ലെങ്കിൽ ഗസ്റ്റിനോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ജസ്റ്റ് മാനേജറോട് വിളിച്ച് അത് ക്ലിയർ ചെയ്തിട്ട്
അങ്ങനെയൊക്കെ ഉള്ള ഒരു ഗുഡ് റിലേഷൻ കൊണ്ടുവരിക. ഹാവ് എ ത്രൂ നോളജ് ഓഫ് ഹോസ്പിറ്റൽ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷനിങ്. എന്താണ് ഹോസ്പിറ്റലിലെ മെഡിക്കൽ ആയിക്കോട്ടെ മെഡിക്കൽ അല്ലാത്തതായിക്കോട്ടെ എല്ലാ വിഭാഗത്തെ കുറിച്ചും ഒരു ക്ലിയർ ഇൻഫർമേഷൻ ഈ ഗസ്റ്റ് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കുക. എന്നാലല്ലേ പേഷ്യന്റ് വന്നത് മുതൽ പോകുന്നത് വരെ ഈ ഗസ്റ്റ് റിലേഷൻ ഓഫീസർ ആണ് അവരെ കൊണ്ടുപോകേണ്ട. അവർക്ക് ഇൻഫർമേഷൻസ് കൊടുത്തും അവർക്ക് വഴി കാണിച്ചും ഒക്കെ കൊണ്ടുപോകേണ്ടത് ഈ ഗസ്റ്റ് റിലേഷൻ ഓഫീസറാണ്. അപ്പൊ ഇപ്പൊ എന്തെങ്കിലും കുറിച്ച് ഇപ്പൊ മെഡിക്കൽ എന്നാലേ ഡോക്ടറെ കുറിച്ചോ അതല്ലെങ്കിലും ടെസ്റ്റുകളെ കുറിച്ചോ അവിടെ ചെയ്യാൻ അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ ക്യാൻറ്റീൻ അങ്ങനെ എന്തെങ്കിലും വേറെ നോൺ മെഡിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചാലും അതെന്താണ് ഈ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കണ്ടേ? എന്താണ് ഈ ഗസ്റ്റ് റിലേഷൻ ഓഫീസർക്ക് മെഡിക്കൽ ആയിക്കോട്ടെ നോൺ മെഡിക്കൽ ആയിക്കോട്ടെ എല്ലാ കാര്യത്തെ കുറിച്ചും ഒരു ക്ലിയർ ഇൻഫർമേഷൻ ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കണം. ക്ലിയർ ആയത്? നമ്മുടെ വീട്ടിൽ വന്ന ഗസ്റ്റുമായിട്ട് സങ്കല്പിച്ചു നോക്കി നമ്മ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അത് നേരെ തിരിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുവരാം. ഗസ്റ്റ് അമാനിറ്റീസ് മീൻസ് ഫെസിലിറ്റീസ്, സൗകര്യങ്ങൾ. ഗസ്റ്റ് റിലേഷൻ റെപ്രസെന്റേറ്റീവ്സ് എന്താണ്? പേഷ്യന്റിനെ ഫാമിലിനെ അസിസ്റ്റ് ചെയ്ത് അവരെ ഹെൽപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണം? പേഷ്യന്റിനെ അല്ലെങ്കിൽ കസ്റ്റമർക്ക് അല്ലെങ്കിൽ ഫോറിൻ പേഷ്യൻസിന് ആവശ്യമുള്ള ഇൻഫോർമേഷൻസ് ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഫെസിലിറ്റീസ് അവിടുത്തെ എല്ലാ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അവർക്ക് എന്തെങ്കിലും എൻക്വയറിയോ അങ്ങനെ എന്തെങ്കിലും അവർക്ക് പറഞ്ഞു കൊടുക്കുക. എന്താണ് പിന്നെ വരുന്ന ലിസ്റ്റിലുള്ള എല്ലാവർക്കും ആവശ്യമായ വെൽക്കം ഫെസിലിറ്റീസ് ഉണ്ടോന്ന് ഉറപ്പുവരുത്തുക. VIP വരുമ്പോ VIP പേഷ്യൻസ് വരുമ്പോ അവർക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. എന്താണ് പേഷ്യൻസിനോട് വരുന്ന ഗസ്റ്റിനോട് നല്ല രീതിയിൽ വിനയത്തോടു കൂടി നല്ല ഹംബിൾ ആയിട്ട് പെരുമാറുക. പിന്നെ ഈ വരുന്ന പേഷ്യൻസിന് അവരുടെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുമായോ അതല്ലെങ്കിൽ അവരുടെ ട്രീറ്റ്മെന്റ് ബേസ് ചെയ്തോ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് അത് അനുവദിച്ചു കൊടുക്കുക. പിന്നെ ഇപ്പൊ വരുന്ന പേഷ്യന്റിന്റെ അല്ലെങ്കിൽ ഗസ്റ്റിന്റെ ആവശ്യത്തിനനുസരിച്ച് ഈ ഗസ്റ്റ് റിലേഷൻ ഓഫീസർ അവരോട് പെരുമാറുക. ലാസ്റ്റ് മൊബൈലിൽ അവർക്ക് എന്തെങ്കിലും റഷ് തിരക്ക് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് നല്ല ക്വാളിറ്റിയോടുകൂടി പ്രോപ്പർ ആയിട്ട് ചെയ്തു കൊടുക്കുക. എന്താണ് ഒരു കംപ്ലൈൻസും പിന്നീട് യാതൊരു കംപ്ലൈൻസും ഇല്ലാതിരിക്കാനായിട്ട് നല്ല ക്വാളിറ്റിയോടുകൂടി നല്ല പ്രോപ്പർ ആയിട്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. ഇൻഫർമേഷൻ ഡാറ്റാബേസിൽ കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. മാനേജറുമായിട്ട് നല്ല റിലേഷൻ ഉണ്ടാക്കിയിരിക്കുക. ഈ ഗസ്റ്റ് റിലേഷൻ അപ്പൊ അവർക്ക് അറിയാൻ പറ്റും പുതിയ ഗസ്റ്റ് അല്ലെ പുതിയ VIPs ആരെങ്കിലും വരുന്നുണ്ടോ, ആരെങ്കിലും ഫോറിനേഴ്സ് ട്രീറ്റ്മെന്റിന് വരുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുതിയ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഇത് മാനേജറുമായിട്ട് നല്ല ക്ലോസ് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ ഇവർക്ക് നേരത്തെ തന്നെ അറിയാൻ പറ്റും. പിന്നെ ഈ ഗസ്റ്റ് റിലേഷൻ ഓഫീസർക്ക് ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഫീൽഡുമായ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെയും നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെയും പ്രവർത്തനങ്ങളും എല്ലാ കാര്യങ്ങളെ കുറിച്ചും നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഡൗട്ട്സ് വല്ലതും ഉണ്ടായിരുന്നേ? ഞാൻ മ്യൂട്ട് മാറ്റാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഇപ്പം പറഞ്ഞത് ലാസ്റ്റ് പോയിന്റ് നമ്മൾ പറയോ? ലാസ്റ്റ് 2 പോയിന്റ്. ലാസ്റ്റ് പോയിന്റ് have a true knowledge of hospital medical and non-medical department and its functioning. ഹോസ്പിറ്റലിലെ മെഡിക്കൽ ആയിക്കോട്ടെ, മെഡിക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഡോക്ടർ കൺസൾട്ടിങ് അതല്ലെങ്കിൽ നമ്മുടെ ലാബ്, എക്സ്റേ, സ്കാനിങ്, ഫാർമസി അതൊക്കെ മെഡിക്കലാണ്. അതുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രവർത്തനങ്ങളും നോൺ മെഡിക്കൽ ക്യാൻറ്റീൻ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ
അതുമായി ബന്ധപ്പെട്ടതുമായ എല്ലാ അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഈ ഗസ്റ്റ് റിലേഷൻ ഓഫീസർക്ക് ഒരു ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കണം. എന്നാ മാത്രല്ലേ ഈ ഗസ്റ്റുകൾ ചോദിക്കുന്നതിനനുസരിച്ച് അവർക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ ഇത്? Yes, ma'am. ജോബ് ഡിസ്ക്രിപ്ഷൻ OPD അസിസ്റ്റന്റ് ലാസ്റ്റ് 2 points. എന്താണ് ജോബ് റെസ്പോൺസിബിലിറ്റീസ്? അല്ല, ജോബ് ഡിസ്ക്രിപ്ഷൻ ഇല്ലേ OPD അസിസ്റ്റന്റിന്റെ? ഓക്കെ ഓക്കെ. അസിസ്റ്റ് ടു ഓപ്പൺ ന്യൂ മെഡിക്കൽ റെക്കോർഡ്. എന്താണ് പുതിയ റെക്കോർഡ് ഓപ്പൺ ചെയ്യാനായിട്ട്? ഇപ്പൊ പുതിയ പേഷ്യന്റ് ഒരെണ്ണം വന്നപ്പോ അവിടെ പുതിയ റെക്കോർഡ് ഓപ്പൺ ചെയ്യാനായിട്ട് സഹായിച്ചു കൊടുക്കുക, അസിസ്റ്റ് ചെയ്ത് കൊടുക്കുക, ന്യൂ മെഡിക്കൽ റെക്കോർഡ് ഓപ്പൺ ചെയ്യാനായിട്ട്. എൻഷുർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമറിന്റെ പൂർണ്ണ തൃപ്തി ഉറപ്പാക്കുക. ഓക്കെ, ഫ്ലോ ചാർട്ട്. OPD പ്രോസസിന്റെ ആണോ? Yes, ma'am. ഫ്ലോ പാറ്റേൺ ആണോ OPD പ്രോസസ് ആണോ? ഏതാ ഉദ്ദേശിച്ചേ? Processor. പ്രോസസ്. ഓക്കെ, ആദ്യം എന്താണ് നമ്മ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. നമ്മ OPDയിലേക്ക് ആദ്യം തന്നെ ചെല്ലും അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യും? റിസപ്ഷനിൽ ചെന്നിട്ട് നമ്മുടെ രജിസ്ട്രേഷൻ ഓപ്പൺ ചെയ്യും, നമ്മുടെ ടോക്കൺ നമ്പർ എടുക്കും അല്ലേ? ആദ്യം റിസപ്ഷനിൽ ചെല്ലും, എന്നിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ട് ഇഷ്യൂ ഓഫ് ടോക്കൺ നമ്പർ എടുക്കും. അതെങ്ങനെ നമ്മൾ നേരെ എടുക്കും? ഡോക്ടർ കൺസൾട്ടേഷൻ റൂമിന്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് വെയിറ്റിംഗ് ഏരിയയിൽ പോയി വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ വെയിറ്റിംഗ് റൂമിലേക്ക് പോകും. നെക്സ്റ്റ് ഡോക്ടർ നമ്മുടെ ടോക്കൺ നമ്പർ വിളിക്കും. നമ്മൾ എന്ത് ചെയ്യും? ഡോക്ടർ കാണാൻ കൺസൾട്ടേഷൻ റൂമിലേക്ക് പോകും. കൺസൾട്ടേഷൻ വിത്ത് ഡോക്ടർ. ഇപ്പൊ നെക്സ്റ്റ് ഡോക്ടറെ കണ്ട് ഡോക്ടർ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യാൻ എഴുതി തന്നിട്ടുണ്ട്. അതൊക്കെയാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആരോ കൊടുത്തിട്ടില്ലേ? അത് ആണ് ഇൻവെസ്റ്റിഗേഷൻ. നെക്സ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തി കഴിഞ്ഞിട്ട് തിരിച്ച് എന്ത് ചെയ്യും? കൺസൾട്ടേഷൻ ഡോക്ടർ റൂമിലേക്ക് വരും. അതല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ട് ഏതെങ്കിലും റെഫറൽ സ്പെഷ്യൽ വേറെ ഏതെങ്കിലും ഒരു ഡോക്ടർക്ക് ഈ കൺസൾട്ടേഷൻ ഡോക്ടർ എഴുതി കൊടുക്കുന്ന റിസൾട്ട് കണ്ടിട്ട് വേറെ ഏതെങ്കിലും ഡോക്ടർക്ക് എഴുതി കൊടുക്കും. അങ്ങനെ അവര് റെഫറൽ സ്പെഷ്യലിൽ പോയി കണ്ടിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യും? അവര് മരുന്നുകൾ എഴുതി കൊടുക്കും. അപ്പൊ അവരെന്ത് ചെയ്യും? ഫാർമസിയിലേക്ക് പോകും. അതല്ല, കൺസൾട്ടേഷൻ ഡോക്ടർ കണ്ടും കാണിട്ട് ഇൻവെസ്റ്റിഗേഷൻ റൂമിൽ പോയി ടെസ്റ്റുകൾ ചെയ്തതിന് ശേഷം തിരിച്ച് ആദ്യം കണ്ട ഡോക്ടർ അടുത്ത് വന്നിട്ട് ആ ഡോക്ടർ എന്ത് ചെയ്യും? മരുന്നുകൾ എഴുതി കൊടുക്കും. അതിനുശേഷം നമ്മ എവിടെ പോകും? ഫാർമസിയിലേക്ക് പോകും. ഫാർമസിയിൽ പോയി ടോക്കൺ നമ്പർ എടുത്തിട്ട് അവിടെ വെയിറ്റ് ചെയ്യും. വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ടോക്കൺ നമ്പറിനനുസരിച്ച് നമ്മ മരുന്നുകൾ കളക്ട് ചെയ്യും അല്ലെ? നമ്മുടെ ടോക്കൺ നമ്പർ വിളിക്കുമ്പോൾ വെച്ച് മരുന്ന് കളക്ട് ചെയ്തിട്ട് ഡിപ്പാർച്ചർ പുറത്തേക്ക് പോകും, വീട്ടിലേക്ക് പോകും. മനസ്സിലായത്? നമ്മ ജസ്റ്റ് നമ്മൾ OPDയിൽ ചെന്ന് കാണാൻ ചെയ്യുന്ന പ്രോസസ് ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊക്കെ പ്രക്രിയയാണ് നമുക്ക്? മാം, ഓർഗനൈസേഷണൽ കോമ്പണന്റ്സ് ഓഫ് OPD ഇല്ലേ? ഓർഗനൈസേഷണൽ കോമ്പണന്റ്സ് ഓഫ് OPD ഒന്ന് പറഞ്ഞുതരോ? ഓർഗനൈസേഷണൽ കമ്പോണൻസ് ഓഫ് OPD ഓർഗനൈസേഷൻ ഏതൊക്കെ ആളുകളാണ് ഉള്ളത്? ആരായിരിക്കും മെയിൻ ആയിട്ട്? ആരാ OPDയിൽ ഉണ്ടാവുക? ഡോക്ടർ ആണ് അല്ലെ? മെഡിക്കൽ സ്റ്റാഫ്. ഡോക്ടർ സെൻട്രൽ ഓർഗനൈസേഷൻ ഡോക്ടറാണ്. പിന്നെ ആരാ? നഴ്സിംഗ് സ്റ്റാഫ്. നഴ്സസ് പെടും. ANM എന്ന് പറഞ്ഞാല് ഓക്സിലിയറി നഴ്സിംഗ് മിഡ്വൈഫറി എന്ന് വെച്ചാല് നമ്മുടെ നഴ്സിനെ അസിസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്ത് നിൽക്കുന്ന നഴ്സിനെ പറയുന്നതാണ് സബോർഡിനേറ്റ് ആയി. നമ്മുടെ മെയിൻ നഴ്സിന് സബോർഡിനേറ്റ് ആയിട്ട് നിൽക്കുന്ന നഴ്സുമാര്. അവര് ഇപ്പൊ എന്തെങ്കിലും മെഡിസിൻസ് എടുത്തു കൊടുക്കാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ് ചെയ്യാനോ അങ്ങനെയുള്ളവര്. ANMs മീൻസ് ഓക്സിലിയറി നഴ്സിംഗ് മിഡ്വൈഫറി. AUXILLIARY ഓക്സിലിയറി നഴ്സിംഗ് NURSING നഴ്സിംഗ് മിഡ്വൈഫറി
WIFERY. നമ്മുടെ നേഴ്സിനെ അസിസ്റ്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് അതിന് സബോർഡിനേറ്റ് ആയി നിൽക്കുന്ന നേഴ്സുമാരാണ് ANMs. പിന്നെ സബ് സർവിയന്റ് സ്റ്റാഫ്, ഈ നേഴ്സസും മെഡിക്കൽ സ്റ്റാഫ്, നേഴ്സസും ഡോക്ടർമാരും അല്ലാതെ അവിടെയുള്ള ബാക്കിയുള്ള സ്റ്റാഫാണ് സബ് സർവിയന്റ് സ്റ്റാഫ്. അതാരൊക്കെയാ? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, അതായത് സ്കാനിങ് സെക്ഷനിലോ അങ്ങനെ വരുന്ന സ്റ്റാഫുകൾ. പിന്നെ ലബോറട്ടറിയില് ലാബ് അസിസ്റ്റൻസ്, അങ്ങനെ ലാബിൽ വരുന്നത്. പിന്നെ ECG സെക്ഷനിൽ വരുന്ന സ്റ്റാഫുകൾ. നെക്സ്റ്റ് ക്ലറിക്കൽ സ്റ്റാഫ്. ക്ലറിക്കൽ സ്റ്റാഫ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഫയൽസ് ഒക്കെ കീപ്പ് ചെയ്യുക, സൂക്ഷിക്കുക. അപ്പൊ ആരാണ് അതില് ആരൊക്കെ പെടും? രജിസ്ട്രേഷൻ കൗണ്ടറിൽ അല്ലെ, അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിലുള്ളവര്, അവരൊക്കെ ഈ ക്ലറിക്കൽ സ്റ്റാഫുകളാണ്. ക്ലിയർ ആയത്? ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ആക്സിഡന്റ് ആൻഡ് എമർജൻസി. നെക്സ്റ്റ് 7th ചാപ്റ്റർ കേട്ടാ. ഓക്കെ, Ma'am, which chapter? 7th ചാപ്റ്റർ. Okay, ma'am. അപ്പൊ അത് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ അതിന്റെ പ്രിന്റ് ഉണ്ടായിരിക്കണം കേട്ടോ. Okay, ma'am. ചോദിച്ചില്ലേ നിങ്ങൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വരുമെന്ന്? Yes, ma'am. Yes, ma'am. ഓ Yes, ma'am. ചോദിച്ചിരുന്നു. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഫാർമസിന്നും ഈ ചാപ്റ്ററിലും എക്സ്ട്രാ കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം. എന്നിട്ട് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ Okay, ma'am. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you.